PM ശ്രീ എന്ന് പറയുന്നത് വെറും 304 കോടി രൂപയേ ഉള്ളൂ. ആ 304 കോടി രൂപ കിട്ടിയില്ല എന്ന് വെച്ച് അതും ഒരുമിച്ച് കിട്ടില്ല. ഇപ്പോൾ തന്നെ പദ്ധതി കുറച്ചായി കഴിഞ്ഞു, അതുകൊണ്ട് മുഴുവൻ കിട്ടാനും പോകുന്നില്ല. അതല്ല പ്രശ്നം സർവ്വശിക്ഷാ അഭിയാനാണ്. സർവ്വശിക്ഷാ അഭിയാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കുറച്ചുകൂടെ വലിയ പദ്ധതിയാണ്. അത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, അതായത് ഭിന്നശേഷിയുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ശമ്പളം, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ പണികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ്. ആ പദ്ധതി കേരളത്തിന് കിട്ടിയിട്ട് 2-3 വർഷമായി ആ പദ്ധതി പ്രകാരമുള്ള പണം. ശിവൻകുട്ടി ഒരു സമയത്ത് മന്ത്രി പറഞ്ഞത് അത് 1186 കോടി എന്നാണ്. ഇപ്പോൾ അത് 1400 കുടിശ്ശിക അടക്കമെന്ന് പറയുന്നു. എന്തോ ആട്ടെ, ഒരു 1000-1200 കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ട്. ഈ PM ശ്രീയും സർവ്വശിക്ഷാ അഭിയാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല എന്ന് ഇവർ പറയൂ, ഒരു ബന്ധവുമില്ല. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് നമ്മളെ ബുദ്ധിമുട്ടുന്നത്. ആദ്യം പറഞ്ഞു കണക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു സർവ്വശിക്ഷാ അഭിയാന കണക്ക് പകുതിയെ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു കൊടുത്ത കണക്കുകൾ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നുമല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയപ്പോൾ, വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ പോയപ്പോൾ, നിങ്ങൾ ആ PM ശ്രീ അങ്ങ് ഒപ്പിട്ട് തന്നേരെ, അതെന്നാൽ ഈ പണം അപ്പം റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് തെളിവൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇങ്ങനെയാണ് എല്ലാ കാലത്തും ഓരോരോ പദ്ധതികളെയും സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അത് ആരോഗ്യ മേഖലയിലായാലും, അത് വീടുകൾ വെച്ച് കൊടുക്കുന്ന പദ്ധതിയുടെ പേരിലായാലും, അത് മറ്റെന്തെങ്കിലുമൊക്കെ വലിയ കേന്ദ്രത്തിൻ്റെ പുതിയ സ്കീമുകൾ വരുമ്പോഴായാലും എപ്പോഴും ഇങ്ങനെയാണ് പരിപാടി.